ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായതോടുകൂടി എന്തായാലും ഒരു വലിയ യുദ്ധഭീതിയിലായിരുന്നു ഗൾഫ് മേഖല ഉണ്ടായിരുന്നത്. ഏത് നിമിഷവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനിൽ ഒരു സൈനിക നീക്കം, ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീതിയൊക്കെയായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി അതിൽ ഒരല്പം ശാന്തമാകുന്ന സ്ഥിതിഗതികൾ എന്ന് വേണം വിലയിരുത്താൻ. കാരണം നിലപാട് ഒരല്പം മയപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏത് നിമിഷവും അറ്റാക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ പ്രക്ഷോഭകാരികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ, അതായത് പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നതിലും തൂക്കിലേറ്റുന്നതിലും അവസാനിപ്പിച്ചിരിക്കുന്നു ഇറാൻ എന്ന തരത്തിലാണ് ട്രംപ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു അറ്റാക്ക് ഉണ്ടാകില്ല എന്നൊരു സൂചന തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളെടുത്ത നിലപാട് തന്നെയാണ്. തങ്ങളുടെ ഭൂമിയിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനെതിരെ ഒരു അറ്റാക്ക് പാടില്ല എന്ന നിലപാട് ഗൾഫ് രാജ്യങ്ങൾ എടുക്കുകയാണ് ഉണ്ടായത്. അതും ട്രംപിൻ്റെ നിലപാട് മയപ്പെടുത്തലിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇപ്പോഴും US-ന്റെ സൈനിക താവളങ്ങളിൽ നിന്ന് സൈനികരെ തിരിച്ചു വിളിക്കുന്ന നടപടികളൊക്കെ തുടരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളായാൽ പോലും ഈ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന തരത്തിൽ പൗരന്മാർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ഒരു മുൻകരുതൽ എടുക്കണം എന്ന നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയിരിക്കുകയാണ്. എന്താണ്, സംഘർഷം ശാന്തമാവുകയാണോ, ഒരു കലാപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്നൊരു സ്ഥിതിഗതിയിൽ നിന്ന് ഒരു സമാധാനത്തിലേക്ക് പോവുകയാണോ എന്ന് നോക്കാം. എന്താണ് സാറിന് തോന്നുന്നത്? ഒരു ട്രംപിൻ്റെ മയപ്പെടുത്തലിന് എന്തായിരിക്കും കാരണമായിട്ടുണ്ടാവുക? അല്ല, ട്രംപ് ഇപ്പോൾ മയപ്പെടുത്താൻ പിന്നെ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാനിൽ ഈ പറയുന്ന തരത്തിലുള്ളൊരു ഇടപെടലോ ഒരു സൈനിക ആക്രമണമോ മറ്റിടങ്ങളിൽ നടത്തിയതുപോലെ, ഇപ്പോൾ വെനിസ്വേല പോലെ രാജ്യത്ത് ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നു, പ്രസിഡൻറ്റിനെ അബ്ഡക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതുപോലെ, ഇറാഖിൽ നടത്തിയതുപോലെ, ലിബിയയിൽ നടത്തിയതുപോലെ, റഷീം ചേഞ്ച്, ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയതുപോലെയുള്ള ഒരു സംഗതി ആയിരിക്കില്ല എന്ന പൂർണ്ണ ഉറപ്പിൻ്റെ ആ ഉറപ്പ് കൂടിയാണ് ട്രംപിനെ ഈ പിൻവലിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഞാൻ ഇൻറ്റേർണലിയാണ് ഞാൻ പറയുന്നത്. ഇൻറ്റേർണലി ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിലല്ല നമ്മൾ ഈ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഭാഗികമായ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ വെസ്റ്റേൺ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മരണക്കണക്ക്, അവിടെ ഈ പ്രൊട്ടസ്റ്റുകളിൽ പിന്നെ മരിച്ച ആളുകളുടെ കണക്ക് എത്ര ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് 2591, വളരെ കൃത്യമായൊരു കണക്കാണ് വരുന്നത്. ആ കണക്ക് എന്ന് പറയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള വെരിഫിക്കേഷനും കൂടാതെ ആ കണക്ക് വെസ്റ്റേൺ മീഡിയ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുക ഒരു വശത്ത്. അപ്പോൾ അതേ സമാനമായ രീതിയിൽ പിന്നെ നമ്മൾ ഇതിനെ ഗസയുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആ കാലത്ത് ഏതൊരു കണക്ക് പുറത്തു വരുന്നതിനെയും വളരെ അരിച്ചു പെറുക്കി അത് മരിച്ചത് ഗസക്കാരൻ തന്നെയാണോ, മരിച്ചത് കുട്ടിയാണോ, അല്ല മുതിർന്ന ആളാണോ, അയാൾ പിന്നെ ഈ ഹമാസിൻ്റെ ഭാഗമായിരുന്നോ അല്ലയോ, അയാൾ അത് അർഹിക്കുന്നതായിരുന്നോ, ആ മരണം അർഹിക്കുന്നതായിരുന്നോ എന്നതുവരെയുള്ള പരിശോധനകൾ നടത്തിയിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ന് ഈ കണക്ക് പുറത്തു വിടുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും അവർക്കില്ല. അപ്പോൾ ആ കണക്ക് നമ്മൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ പോലും അവിടെ അത്രയധികം പ്രക്ഷോഭം നടന്നു എന്ന് തന്നെ വിചാരിക്കുക. അത്ര ശക്തമായ പ്രക്ഷോഭം അവിടെ നടന്നിട്ടുണ്ട്. ശരിയാണ്, അവിടെ വളരെ എന്താ പറയുക, വളരെ കാർക്കശ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ അതിനകത്ത് പെട്ടുകിടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സാമൂഹിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു പിന്നെ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരുന്നതിൽ ഒന്നും തന്നെ അതിശയിക്കാനില്ല. അത് സ്വാഭാവികമാണ് എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ നമ്മൾ കാണുന്നത് പോലെ, ഈ മറ്റ് പിന്നെ രാജ്യങ്ങൾ കാണുന്നത് പോലെയുള്ളൊരു സമൂഹമല്ല ഇറാൻ എന്ന് നമ്മൾ കുറേ കൂടി കാണുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ 2024 അവിടുത്തെ ഇലക്ടറേറ്റിൻ്റെ ഒരു 50% പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് അവിടെ ഭരണം പിന്നെ നടപ്പിൽ വന്നിട്ടുള്ളതെന്ന് നമ്മൾ കാണണം, അല്ലേ? ഇപ്പോഴുള്ള ഒരു സംഗതി നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തുള്ള ഭരണകൂടത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് എന്നിരിക്കെ തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണണം. അതിൻ്റെ ഭാഗമായി അവിടെ വിശ്വാസി സമൂഹം, അവരുടെ ഇതിനെ പിന്തുണയ്ക്കുന്ന ലോയൽ വലിയൊരു സമൂഹം അവിടെയുണ്ട്. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ പോലെ തന്നെ, പ്രക്ഷോഭകാരികളെ പോലെ തന്നെ അവിടെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവിടുത്തെ സ്ട്രക്ചറൽ മുഴുവൻ നമ്മൾ കാണേണ്ടത് അവിടുത്തെ പോലീസ് സേനയുടെ തുടക്കം മുതൽ ഏറ്റവും ഉന്നത ഭരണസമിതി വരെയുള്ള വലിയ സ്ട്രക്ചറിനുള്ളിൽ
ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്, അവരുടെ പ്രത്യയശാസ്ത്ര ദൃഢത, അതാണ് ഞാൻ പറയാം. ആ ഇസ്ലാമിക് ഐഡിയോളജിയോടുള്ള അവരുടെ ദൃഢത അതെന്താണ് എന്നൊന്നും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഒന്നാമതായിട്ട് അമേരിക്കയ്ക്ക് അത് മനസ്സിലായിട്ടില്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒരുപക്ഷെ ട്രംപിനെ മറ്റേത് ഇപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി അവർക്കുണ്ട്, അതുകൊണ്ട് അതൊരു വലിയ ഡിറ്ററൻ്റായിട്ട് നിൽക്കുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാമെങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് ഇങ്ങനെയൊരു സംഗതിയുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം 1979 വിപ്ലവം നടക്കുന്നത്, ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അവിടെ ഷായുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഖൊമേനി അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടവുമായിട്ട് ഇന്ന് പലരും ഈ പ്രക്ഷോഭത്തെ താരതമ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ താരതമ്യം തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഷായുടെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ഈ പറയുന്ന നമ്മളീ കാണുന്ന ഈ പോലീസ് സേന ആവട്ടെ, ഇന്നിപ്പോൾ എന്താണ് IRGC ഇത്, അല്ലെങ്കിൽ അന്ന് അതിന് സമാനമായി ഉണ്ടായിരുന്ന സേന, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിന്ന് പലതരത്തിലുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു സംഗതി ആയിരുന്നില്ല. വളരെ എന്താ പറയുക, ഒരു ഏക ശിലാ സമാനമായിട്ടുള്ള ഒരു സംഗതി ആയിരുന്നില്ല. അവർ മുഴുവൻ പ്രത്യയശാസ്ത്രപരമായി ഇസ്ലാമിക് ഐഡിയോളജി മാത്രം പിന്തുടരുന്നവരായിരുന്നില്ല, പല തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടം എത്തിയപ്പോഴൊക്കെ, പ്രത്യേകിച്ച് അന്ന് ഷാ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ക്യാൻസറായിരുന്നു എന്നാണ് പറഞ്ഞാൽ, ക്യാൻസർ ബാധിതനായിരുന്നു. 2 തവണ രാജ്യം വിട്ടു പോയിട്ടുണ്ട് ഇത്തരം അപ്ഹീവലും ഉണ്ടാവുന്ന സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നതെന്ന്. അന്ന് ഈ പ്രക്ഷോഭം വളരെ ശക്തമായിരുന്നു എന്നുള്ളത് ആണെങ്കിൽ പോലും അന്ന് ഈ ഭരണാധികാരിയുടെ വീക്ക്നെസ്സസ് വളരെ പ്രകടവുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആ വീക്ക്നെസ് ഉണ്ടാവുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ, ഒരു പകുതി എത്തിയപ്പോൾ, ഈ പറയുന്ന ഈ പോലീസ് സേനയിൽ നിന്നുള്ള ഒരു ഭാഗം പ്രക്ഷോഭകരുടെ കൂടെ കൂടുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രക്ഷോഭകരുടെ കൂടുകയാണ്. അതും കൂടി ചേർന്നതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ വിജയമെന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കുക. അന്നത്തെ സാഹചര്യത്തെ അങ്ങനെയാണ് കാണേണ്ടത്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എന്ന് പറഞ്ഞ് ഇറാൻ എന്ന് പറയുന്നത് അത്രയധികം ദൃഢമായ, ഇപ്പോൾ അതിനുശേഷമുള്ള ഖമേനി വന്നതിന് ശേഷമുള്ള ഈ കാലയളവിൽ മുഴുവൻ തന്നെ അവിടെ ഇത് രൂപം കൊണ്ടിട്ടുള്ളതും അതിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതും ഐഡിയോളജിക്കൽ വെറ്റിംഗ് എന്ന് പറയും നമ്മൾ, അത് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടാണ്. അല്ലാത്ത ആളുകളെ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഞാൻ വീണ്ടും IRGC ആണ്, അതെ ഇറാനിയൻ റവല്യൂഷൻ ആൻഡ് ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന സാധനം. ഈ IRGCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അന്നത്തേൽ നിന്ന് തികച്ചും ഭിന്നമാണ്. അവർ വളരെ അച്ചടക്കമുള്ള, വളരെ കൃത്യമായ, എന്താ പറയുക, അതിശക്തമായ ഇസ്ലാമിക് ഐഡിയോളജിയിൽ മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെയാണ് അത് സമാനമായ അവരുടെ ഏത് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഖംനയെ പുറത്താക്കുമെന്ന് വെച്ചോളൂ, പുറത്താക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അവിടെ ഒരു വാക്വം അല്ല ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ആ സെറ്റപ്പ് ഉണ്ട്. അത് മാത്രമല്ല, അവിടെ ആണെങ്കിൽ നമ്മളീ പറയുന്ന പോലെ, എന്താ പറയുക, നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയാവുന്ന, മറ്റു പലയിടത്തും നമ്മൾ ഇറാഖിൽ ഉൾപ്പെടെ കണ്ടതുപോലെയുള്ള പാരലായിട്ട് ഉയർന്നു വരാവുന്ന ഈ തരത്തിലുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സസ് അങ്ങനെ ഒന്നും അവിടെയില്ല. മറിച്ച് ഈ ഗവൺമെൻറ് ഫോഴ്സസും ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുമാണ് അവിടുത്തെ മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിന് ഇറാനെ തകിടമറിക്കാനോ അല്ലെങ്കിൽ ഇറാനിൽ ഇവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭരണകൂടം സ്ഥാപിക്കാനോ ഒക്കെ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് നമ്മൾ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് 1979 റവല്യൂഷൻ ആൻഡ് 2026 ഇപ്പോൾ 26 ആയല്ലോ, ഇത് രണ്ടിനെയും പാരലായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സമാനമായി കണ്ടുകൊണ്ട് അവിടെ ഇറാനിൽ ഒരുപക്ഷെ ഈ അറ്റാക്കോടുകൂടി അവിടെ ഒരു ഭരണമാറ്റം വരുന്നു എന്ന നിലയിൽ കാണാൻ കഴിയില്ല. പക്ഷേ അതേസമയം തന്നെ ഇൻറ്റേർണലി ഇറാനകത്ത് ഒരുപാട് സ്ട്രൈഫ് ഉണ്ട്. ഒരു സംശയമില്ലാത്ത ഭയങ്കരമായ അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഏതാണ്? ഇത്രയും കാലമായി തുടരുന്ന അമേരിക്കയുടേതടക്കമുള്ള ഉപരോധങ്ങൾ കൂടിയാണ് അവിടുത്തെ സാമ്പത്തിക നില തകർത്തത്, അല്ലേ? അത് നമ്മൾ കാണണം. അവിടെ എന്താ പറയുക, തൊഴിലിൻ്റെ രംഗത്താവട്ടെ, മറ്റു തരത്തിലുള്ള സാമ്പത്തിക പുരോഗതിയിൽ ആവട്ടെ, അവർക്ക് മുന്നേറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതേസമയം മിലിറ്ററിലി ആൻഡ് അതർവൈസ് അവർക്ക് അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഭയങ്കര കൺസേണായി മാറുകയും അതിനകത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് യാതൊരു സംശയവുമില്ലാതെ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി ഇറാനെ അറ്റാക്ക് ചെയ്തു, ഇറാൻ അതിൻ്റെ പേരിലുണ്ടാകാവുന്ന
പ്രശ്നങ്ങളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ പിന്നെ മുഴുവൻ തന്നെ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മറ്റൊരു വശത്താണ്. അത് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ട്രംപിൻ്റെയോ ആരുടെയെങ്കിലും കൺസേൺ ആണ് എന്ന് വിചാരിക്കുന്നില്ല. ഗസയിൽ ഇത്രയധികം കൂട്ടക്കുരുതി, വംശീയ ഹത്യ നടത്താൻ സഹായിക്കുന്ന ഒരു ഭരണകൂടത്തിന്, ഒരു ട്രംപിയൻ ഭരണകൂടത്തിന് ഒരു കാരണവശാലും കൺസേൺ ആവേണ്ട കാര്യമല്ല അതൊന്നും. പക്ഷേ ഇതൊരു സംഗതി തന്നെയാണ്. ഇറാനെ അത്ര എളുപ്പത്തിൽ തകർക്കുക സാധ്യമല്ല. അത് ആ ഒരു പ്രതിരോധ സാധ്യത ഇപ്പോൾ മനുഷ്യ സമൂഹത്തിന് തന്നെ കുറച്ചൊക്കെ ഒരു സഹായകമായി ഒരു യുദ്ധമുണ്ടാകാതിരിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ദാവൂദ് സർ, ട്രംപിന്റെ പ്രതികരണം ഒരു പിൻവാങ്ങൽ സൂചന തന്നെയാണോ നൽകുന്നത്? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ട്രംപിൻ്റെ ഇന്നലത്തെ രാത്രിയത്തെ പ്രതികരണം പിൻവാങ്ങുന്നു എന്നുള്ളതാണ്. They are stopping killing. The killing is stopping എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിങ്ങനെ പറയുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തില്ലേ എന്നുള്ളൊക്കെ മട്ടിലാണ് സംസാരിക്കുന്നത്. മിനിയാന്ന് അദ്ദേഹം പറഞ്ഞതല്ല, ദ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നുള്ളതായിരുന്നു. ഈ പ്രൊട്ടസ്റ്റേഴ്സിനോട് പറയണം, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, ടേക്ക് ഓവർ യുവർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സർക്കാർ സംവിധാനങ്ങളും പിടിച്ചെടുത്തോളും, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നാമത് ട്രംപ് പറയുന്ന കാര്യങ്ങൾ എന്ത്, ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നുള്ളതിലൊക്കെ എപ്പോഴും ഭയങ്കരമായ വൈരുദ്ധ്യങ്ങളുണ്ടാവും. നമ്മൾ 2-3 ഘട്ടങ്ങൾ നമ്മൾ ഔട്ട് ഓഫ് ഹൗസിൽ ഈ വിഷയം കൂടെ സംസാരിച്ചത്. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഇറാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഇറാനിൽ റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പഴയ ഷാ ഭരണകൂടത്തെ അവിടെ കുടിയിരുത്തണം. കാരണം ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലിനെ ആദ്യം അംഗീകരിച്ച മുസ്ലിം രാജ്യങ്ങളൊന്നാണ് ഇറാൻ. മൊസാദ് ഏറ്റവും അധികം ഓപ്പറേറ്റ് ചെയ്തിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. 79 ഇസ്ലാമിക് റവല്യൂഷനോട് കൂടി ആ സാധ്യതകൾ അടഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ നമ്പർ 1 ശത്രുക്കളെ. അവരുടെ ദേശീയ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്, ഈ ഫലസ്തീൻ്റെ വിമോചനം എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിന് അങ്ങനെ ഉണ്ടാവില്ല. അവരുടെ നാഷണൽ ഗോളായിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ റെജീം ചേഞ്ച് സംഭവിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ ട്രംപിന് മേലുണ്ട്. അതേസമയം ട്രംപ് എപ്പോഴും അദ്ദേഹം പല ആരെയും പിണക്കാതെ എല്ലാ സാധ്യതകളെയും നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ അമേരിക്കക്ക് അകത്തുള്ള പൊസിഷൻ എന്താണ്? നേരത്തെയുള്ള നിയോ കോൺസ് ഭരിക്കുന്ന കാലത്ത് അവർ ഇൻ്റർവെൻഷനിസ്റ്റ് പൊളിറ്റിക്സ് പറയും, സർവോടത്തും പോയിട്ട് ഇടപെടുക, പ്രശ്നം ഉണ്ടാക്കുക. അതിന് വിരുദ്ധമായിട്ട് അത് ശരിയല്ല. അത് നമ്മുടെ രാജ്യത്തെ തകർത്തു എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് ട്രംപ് ടീം. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്തായിരുന്നു? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, അമേരിക്ക ഫസ്റ്റ്. അപ്പോൾ ഇറാനിൽ പോയിട്ട് ഇടപെടുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ നയമായിട്ടുള്ള, നമ്മൾ ഇലക്ടറൽ പ്രൊമിസായി വെച്ചിട്ടുള്ള അമേരിക്ക ഫസ്റ്റ് എന്നുള്ള നിലപാടിനെതിരാണ് എന്ന ശക്തമായ അഭിപ്രായമുള്ള ആളുകൾ ട്രംപ് ക്യാമ്പിൽ തന്നെയുണ്ട്. ടക്കർ കാൾസനെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഇറാനിൽ പോയി ഇതാക്കരുത്. നമ്പർ 2. നമ്പർ 3, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് അലൈസ് എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ട്രില്യൺ കണക്കിന് ഡോളറാണ് ഈ അറബ് ഭരണാധികാരികൾ അദ്ദേഹത്തിന് ഡോളർ കൊടുക്കുന്നു, വിമാനം കൊടുക്കുന്നു, സർവ്വസ്വീകരണമൊക്കെ കൊടുക്കുന്നു. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ബേസുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സംഘർഷം ഉണ്ടായി അമേരിക്ക ഇറാൻ ആക്രമിക്കുമെന്നുള്ളത് വന്നപ്പം ഇറാൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചാൽ ഈ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കും. അപ്പോൾ ഈ ബേസുകൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സംഭവിക്കുന്നതാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സ്റ്റെബിലിറ്റിയാണ് അത് ബാധിക്കുന്നത്. അവരുടെ ട്രേഡിനെ ബാധിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ഈ പണിക്ക് പോകരുതേ എന്ന ശക്തമായ അഭിപ്രായം ആർക്കുണ്ട്? ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അവരെല്ലാവരും ട്രംപിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്, ഇറാനുമായിട്ട് കൂടുതൽ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും അതിനേക്കാൾ കൂടുതൽ നിങ്ങളവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഒരുത്തനെ കൊണ്ടുവന്ന് അവിടെ ആ കസേരയിൽ ഇരുത്തുന്നതോടുകൂടി അത് സ്റ്റേബിൾ ആകുമെന്ന് വിചാരിക്കേണ്ട. ഇതേക്കാൾ ഭയാനകമായ അവസ്ഥയിലേക്ക് പോകും. കാരണം ഇറാനിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറല്ല. അവർ വലിയ തോതിൽ, നേരത്തെ പ്രൊഫസർ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഐഡിയോളജിക്കലി ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പുറത്തുള്ള ഒരു ശക്തി വന്നിട്ട്, അതും ഷായെപ്പോലെ ജനങ്ങൾ വെറുപ്പോടെ കാണുന്ന ഇറാനിയൻ കളക്റ്റീവ് മെമ്മറിയിൽ അവരേറ്റവും വെറുപ്പോടെ കാണുന്ന ഒരു കാലമാണ് ഷാ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ കൊണ്ടുവന്നാൽ അതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള സായുധ കലാപങ്ങളുണ്ടാവും. അത് ആ റീജിയനെ മൊത്തം ബാധിക്കും. ആ റീജിയനെ ബാധിക്കുന്ന മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ഷിയ പോപ്പുലേഷൻ ഇറാഖിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദിയിലുണ്ട്, വലിയ തോതിൽ ലെബനനിലുണ്ട്, സിറിയയിലുണ്ട്. അവിടെയെല്ലാം അതിൻ്റെതായ എന്താണ് പലതരത്തിലുള്ള റസ്റ്റീവ് സിറ്റുവേഷൻ അതുണ്ടാക്കും.
അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പണിക്ക് പോകരുത് എന്ന് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം വലിയ തോതിൽ ലോബി ചെയ്യുന്നുണ്ട്. ഖത്തറും സൗദി അറേബ്യയും അതിൽ വലിയ തോതിൽ ആ ഒരു പ്രയത്നത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഖത്തർ സവിശേഷമായി ഇറാനും ട്രംപ് ഭരണകൂടത്തിനോടുള്ള മീഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ എലമെൻറ്റുകളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊസിഷനെ ട്രംപിന് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇസ്രായേലിനെ പണക്കാൻ പറ്റില്ല. ഇസ്രായേലിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡയലോഗുകൾ അടിക്കും. പിന്നെ പ്രക്ഷോഭകാരികൾ, പിന്നെ അവിടെ അമേരിക്കയിലുള്ള ഇറാൻ മാക്സിമം പോളിസി എന്ന് പറയുന്ന മാക്സിമം പ്രഷർ പോളിസി അത് കൊണ്ടു നടക്കുന്ന ആളുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുണ്ട് കേട്ടോ. അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഡയലോഗുകൾ അടിക്കും. ചിലപ്പോൾ പരമാവധി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇസ്രായേലിനെ സുഖിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ 1-2 ബോംബ് അവിടെ ഇവിടെ ഇടുമായിരിക്കും. പക്ഷേ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് അത് സാധ്യമല്ല എന്നുള്ളതിൻ്റെ കാരണം ഒന്നാമത് ഈ പ്രക്ഷോഭത്തിൽ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നതിനെ കുറിച്ച് ചിത്രം നമുക്കില്ല. ഈ ഇറാഖും ഈ അമേരിക്കയെ സംബന്ധിച്ചത് അമേരിക്ക എന്നല്ല, വെസ്റ്റേൺ പവേഴ്സ് അവരെപ്പോഴും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നുണ പ്രചരിപ്പിക്കും. അവരുടെ മാധ്യമങ്ങൾ, ലോകത്ത് വളരെ അറിയപ്പെട്ട പ്രസ്റ്റീജിയസ് മീഡിയ ഹൗസസ് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ആ നുണപ്രചാരണത്തിൻ്റെ ഭാഗമാകും. ഇറാഖിനെ ആക്രമിക്കുന്നതിന് മുമ്പാണ് ഈ WMD വെപ്പൺസ് ഓഫ് മാസ് ഡെസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുള്ള കഥ പ്രചരിപ്പിച്ചത്. ആ സ്വഭാവത്തിലുള്ള കഥകൾ ഇവർ ധാരാളം പ്രചരിപ്പിക്കുന്നുണ്ടാകാം. ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ് ഓൺ ദ സ്ട്രീറ്റ്സ് ഓഫ് ഇറാൻ എന്നുള്ളത് നമുക്ക് ചിത്രമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ റിപ്പോർട്ടുകളെയും കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത് പോലെ തന്നെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള സമരവും നടക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. പിന്നെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 ഭാഗത്തു നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അംബാസഡർമാരുടെ മീറ്റിംഗ് വിളിച്ച് അവർ ഫുട്ടേജ് കാണിക്കുന്നു. എന്താണ് ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ മെഷീൻ ഗണ്ണുമായിട്ട് ആളുകൾ നിൽക്കുന്നതും അവർ കൂട്ടത്തോട് വെടിവെക്കുന്നതും. 1 ഡസനിലേറെ പള്ളികൾ കത്തിച്ചതിൻ്റെ വിഷ്വൽസ് അവർ പുറത്തു വിടുന്നുണ്ട്. ക്ലിനിക്കുകൾ, ആശുപത്രികൾ കത്തിച്ചതിൻ്റെ, ഒരു ക്ലിനിക്കിൽ ഒരു നേഴ്സ് ജീവനോടെ കത്തിക്കപ്പെട്ടതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇറാൻ മീഡിയ പുറത്തേക്ക് വിടുന്നു. ഇറാൻ മീഡിയ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, റയറ്റേഴ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് അവരുടെ നറേറ്റീവിനെ എൻഡോസ് ചെയ്യാൻ ഭാഗത്തുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ മൈക്ക് പോംപിയോ, പഴയ US സ്റ്റേറ്റ് സെക്രട്ടറി, CIA ഡയറക്ടറായിരുന്ന ആൾ, അങ്ങേര് ജനുവരി 1-ാം തീയതി ട്വിറ്ററിലൊരു എന്താ പറയുക ആശംസാ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ദ മൊസാദ് ഏജൻറ്റ്സ് സ്റ്റാൻഡിങ് ബിസൈഡ് ദം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ കൂടെ മൊസാദ് ഏജൻറ്റുമാരുണ്ട് എന്ന് ആരാണ് സമ്മതിക്കുന്നത്? ഈ CIA ഹെഡ് തന്നെയാണ് സമ്മതിക്കുന്നത്. ഈ ഇസ്രായേലിലെ സീനിയറായ പൊളിറ്റീഷ്യൻസും ഞങ്ങളുടെ ആളുകൾ അവർക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, വളരെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മൊസാദ് ട്രിഗേർഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനിയൻ ജനതയെ സംഘടിപ്പിക്കാൻ, അവരെ റാലി ചെയ്യിപ്പിക്കാൻ ആ ഒറ്റ പോയിൻ്റ് മതി. ഞാൻ കഴിഞ്ഞ ഔട്ട് ഓഫീസ് പറയുന്നു, ഈ പ്രക്ഷോഭം ഇപ്പോൾ ഈ നടക്കുന്ന പ്രക്ഷോഭമുണ്ടല്ലോ, ആക്ച്വലി 4-5 മാസങ്ങൾക്ക് മുമ്പ് നടക്കേണ്ട പ്രക്ഷോഭമായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതുകൊണ്ട് അവർക്ക് ജനങ്ങൾ ആ നിലക്ക് റാലി ചെയ്യാൻ പറ്റി. അപ്പോൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നത് ശരിയാണ്, 2 നിലക്കുണ്ടത്. അതെന്ന് വെച്ചാൽ ഇറാനിയൻ റവല്യൂഷനെ കുറിച്ച് നമ്മൾ കാണും. 79 റവല്യൂഷൻ അത് ലോകത്ത് പല നിലയിൽ അക്കാഡമിക് രംഗത്ത്, പൊളിറ്റിക്കൽ ഫിലോസഫി രംഗത്തൊക്കെ പല സ്വഭാവത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു റവല്യൂഷനാണ്. മിഷേൽ ഫൂക്കോ അതിനെക്കുറിച്ച് പറയുന്ന, മിഷേൽ ഫൂക്കോ ഇറാനിയൻ റവല്യൂഷൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഭയങ്കര എന്തൂസിയാസ്റ്റിക്കായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ 2 തവണ ആ പ്രക്ഷോഭം, ഈ 79 ജനകീയ സമരം നടക്കുന്ന സമയത്ത് 2 തവണ ഇറാനിൽ പോകുന്നുണ്ട്. പലതവണ ഖുമൈനി പാരീസിലായിരുന്നു, ഖുമൈനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇറാനിൽ പോകുന്നുണ്ട്, ഇറാനിൽ ധാരാളം ഡെസ്പാച്ചുകൾ അയക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി, ദ എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്നാണ് ഈ ഇറാനിയൻ വിപ്ലവത്തെ മിഷേൽ ഫൂക്കോ വിശേഷിപ്പിക്കുന്നത്. ജീൻ പോൾ സാർത്ത് ഈ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ 2 മുഖങ്ങളെന്ന് പറയുന്നത്, അതിൻ്റെ ജനകീയ മുഖമായിട്ടുള്ള ഇമാം ഖുമൈനി ആണെങ്കിൽ അതിൻ്റെ ഐഡിയോലോഗായിട്ട് താത്വികാചാര്യനായിട്ട് അലി ശരിയത്തിയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അലി ശരിയത്തി ഹി വാസ് ഇൻ സബേൺ യൂണിവേഴ്സിറ്റി പാരീസ്. അദ്ദേഹം സാർത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. സാർത്ത് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മതവിശ്വാസിയല്ല, എങ്ങാനും ഞാനൊരു മതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ശരിയത്തിയുടെ മതമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ നിലക്കുള്ള അടുപ്പം ശരിയത്തിയുമായിട്ട് സാർത്തിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഫിലോസഫേഴ്സിൻ്റെ ഇടയിലും ബുദ്ധിജീവികൾക്കിടയിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട, വലിയ തോതിൽ അവരെ ആകർഷിച്ചൊരു സംഗതിയാണ് ഇറാൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ മാസ് പാർട്ടിസിപ്പേഷനായിരുന്നു. ഈ മനുഷ്യൻ പാരീസിലിരുന്നിട്ട് കാസറ്റിൽ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുക, ആ കാസറ്റുകൾ ഇറാനിലേക്ക് അയക്കുക, അത് തെരുവുകൾ പ്ലേ ചെയ്യുക, കടകളിലും ബസാറുകളിലും ബാർബർ ഷോപ്പുകളിലൊക്കെ ആ പ്രസംഗം പ്ലേ ചെയ്യുക, ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുക. അങ്ങനെയുള്ള മാസ് പാർട്ടിസിപ്പേഷൻ 1979 വിജയിക്കുന്നു. പാരീസിൽ നിന്ന് അദ്ദേഹം
ടെഹ്റാൻ വിമാനത്തിൽ ഇറങ്ങുന്നു. ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ടെഹ്റാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ സദാം ഹുസൈൻ ആയുധമണിയിക്കുന്നു. 10 വർഷം നീണ്ടുനിന്ന യുദ്ധം. പക്ഷേ അതിനെയും അവർ മറികടക്കുന്നു. 89 ഇമാം ഖുമൈനി മരിക്കുമ്പോൾ നോക്കൂ, റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഒരു ഫ്യൂണറലിന് ഒരു മനുഷ്യൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏറ്റവും വലിയ ജനക്കൂട്ടം എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. ഇറാൻ പോപ്പുലേഷനിലെ 6 മനുഷ്യർ ആ ഫ്യൂണറലിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഈ പറയുന്ന ഇതിന് വെച്ച സ്ഥലത്ത് നിന്ന് കബറിടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ ഹെലികോപ്റ്ററിൽ എടുത്തു കൊണ്ടുവന്നത്. എന്നാൽ എത്രത്തോളം ഡീപ്പ് റൂട്ടഡാണ് ആ റവല്യൂഷനും ഇമാം ഖുമൈനിക്കുള്ള സ്വീകാര്യതയും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന 10 വർഷത്തെ യുദ്ധം, അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം നടക്കുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടി അടിച്ചേൽപ്പിച്ച ഉപരോധം ഉണ്ടാകുന്നു. ഇറാൻ മുന്നോട്ടാണ് പോയിട്ടുള്ളത്. ഇറാൻ സൊസൈറ്റി ഇന്ന് നോക്കുന്ന 85% സാക്ഷരതയുള്ളൊരു സമൂഹമാണത്. 80% ഏർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണത്. 80% ഏർബനൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ഉപരോധങ്ങളെല്ലാം ഉണ്ടായിട്ടും അവരുടെ ഫെസിലിറ്റീസ്, അവരുടെ ശാസ്ത്രം, അവരുടെ ടെക്നോളജി അതെല്ലാം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ലോകത്ത് ശക്തമായ ഈ ബാലിസ്റ്റിക് മിലിറ്ററി അസറ്റ്സ് ഉള്ള ഒരു മിലിറ്ററി പവർ കൂടെയാണ് അവർ. അവരുടെ ബാലിസ്റ്റിക് പവർ എന്താണെന്ന് കഴിഞ്ഞ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷകാലത്ത് തെളിയിക്കപ്പെട്ടു. പിന്നെ ഉപരോധങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കുകയും സ്വാശ്രയത്വം ഉണ്ടാവുകയും മുന്നോട്ട് പോവുകയും ചെയ്തൊരു സൊസൈറ്റിയാണ്. പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ സമൂഹത്തിൽ 60% മനുഷ്യരും 30 വയസ്സിന് താഴെയുള്ളവരാണ്. അങ്ങനൊരു ഒരു സൊസൈറ്റി ലോകത്ത് വളരെ കുറവായിരിക്കും. 60% മനുഷ്യരും 30 വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ യൂത്ത് ബൾജാണത്. അങ്ങേറ്റം ഡൈനാമിക് ആയിട്ടുള്ള ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആസ്പിറേഷൻസ് ഉള്ള ഒരു ജനതയാണ്. അവരുടെ ആസ്പിറേഷൻസിനെ മീറ്റ് ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. സാധിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ഈ ഉപരോധം തന്നെയാണ്. അവർ ഉപരോധം കൊണ്ട് ഞെക്കിക്കൊല്ലുകയാണ്. പക്ഷേ ഉപരോധമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് ഡെലിവർ ചെയ്യണം. ഗവൺമെൻറ് അവരുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്പർ 1. നമ്പർ 2, ആസ് എ സിസ്റ്റം അതിനകത്ത് സുതാര്യതയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, തിരഞ്ഞെടുപ്പെട്ട പാർലമെൻറ്റുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയായിരിക്കെ തന്നെ അതുക്കും മേലെ ഈ പറയുന്ന ഗാർഡിയൻ കൗൺസിലുണ്ട്. വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന ആ ഭരണ സംവിധാനം. നോക്കൂ, 89 ഖുമൈനി മരിച്ചതിന് ശേഷം ഖാംനൈ ഈ പറയുന്ന വിലായത്തെ ഫക്കീഹ്, ഏറ്റവും അതിന് പറയുക, സ്കോളർ, സുപ്രീം സ്പിരിച്വൽ സുപ്രീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഗാർഡിയൻ കൗൺസിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ഒരു വോട്ടിങ്ങിലൂടെ വരുന്നതല്ല. അപ്പോൾ അദ്ദേഹം 89 മുതൽ 2025 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് 36 വർഷമായ സ്ഥാനത്തിരിക്കുകയാണ്. 35 വർഷം ഇരിക്കുകയാണ്. ആ മനുഷ്യൻ 86 വയസ്സായി. നോക്കൂ, പോപ്പുലേഷനിൽ 60% 30 വയസ്സിന് താഴെയുള്ളൊരു സൊസൈറ്റിയെ നയിക്കാൻ 86 വയസ്സുകാരൻ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഒരു വലിയ ഡിസ്കണക്റ്റ് ഉണ്ട്. ആ ഡിസ്കണക്റ്റ് സ്വാഭാവികം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതിന് വിധേയമാകേണ്ട സമയമായി. കാരണം 79 വിപ്ലവത്തിൻ്റെ സമയമല്ലേ ഇത്. 79 ജനസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ. അപ്പം അവിടുത്തെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ സുതാര്യമാവേണ്ടതുണ്ട്. ഒരു ഇൻറ്റേർണൽ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള എൻഗേജ്മെൻറ്റ് സ്വന്തം ജനതയുമായി നടത്താൻ ആ റെജീം ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അപ്പോഴും പുറത്തുള്ളൊരു ഏജൻസി വന്നിട്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഇറാൻ ജനതയെ കൂടുതൽ അത് കൊഹസീവ് ആക്കുകയുള്ളൂ. അതുകൊണ്ട് ട്രംപിന് എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും അത് ഇറാനിൽ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഈ പറയുന്ന ഈ റെക്ലെസ് ആയിട്ടുള്ള ഒരു പോളിസിയായിട്ട് ട്രംപ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും കൂടുതൽ അപകടമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അതിൽ ഒരു കാര്യം ഇപ്പോൾ ദാവൂദ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അവിടുത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്ന വേറൊരു സാധനമുണ്ട്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ തന്നെ ഇപ്പോൾ സൗദിയിലാവട്ടെ, ഖത്തറിലാവട്ടെ, ഇപ്പോൾ കാണുന്ന മാറ്റങ്ങളുണ്ടല്ലോ, UAE-യിലാവട്ടെ, ആ മാറ്റങ്ങൾക്കൊപ്പം ഒരു സ്വപ്നം അവർക്കും ഉണ്ടല്ലോ. അതും കൂടിയാണ്, അത് അവരുടെ ഉള്ളടക്കി വെക്കുന്ന ഒരു സാധനം കൂടിയാണ് ഇത്. എന്തൊക്കെയായാലും ഇറാനിൽ ആക്രമണം നടത്താനുള്ള പ്ലാനിൽ നിന്ന് ട്രംപ് പിൻവാങ്ങി എന്നതും അതുപോലെ തന്നെ ഒരു സംഘർഷ ഭീതി ഒഴിയുന്നു എന്നതും ആശ്വാസകരമായ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്.